ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ തീരുമാനമാണ് കേട്ടോ, നമുക്കൊന്ന് തമിഴ്നാട്ടിൽ പോയി ചായ കുടിച്ചാലോ എന്നുള്ളത്. അങ്ങനെ ഞാനും ഏട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളതേ നമ്മുടെ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയാണ്, കാരണം ഇന്നാണ് നമ്മുടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. അന്നൊരു ഒഴിവ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി പോരാന്ന് കരുതി പോയതാണ് നമ്മൾ. നല്ല മഴയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചുരത്തിൻ്റെ അവിടെയൊക്കെ നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, കോട മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നല്ലോണം പേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പോയത്. എന്നാലും ഒരു രസമല്ലേ, പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹമാണ്, നമ്മൾ ആഗ്രഹങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ അങ്ങനെ പോവായിരുന്നു. പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്തു, നമുക്കൊന്ന് ഗൂഡല്ലൂർ വരെ പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ നമ്മൾ നേരെ പോയത് ഗൂഡല്ലൂരും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കും കൂടിയാണ് കേട്ടോ പോയത്. നമ്മൾ അതിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ രണ്ട് സൈഡും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ക്യൂരിയോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല യൂട്യൂബ് വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, അവർ ടൈഗറിനെയും പല അനിമൽസിനെയും കണ്ടിട്ടുള്ള. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ബൈക്കിനാണ് പോകുന്നത്. അത്ര സേഫൊന്നും അല്ല, കാരണം എന്തെങ്കിലും അനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. പക്ഷേ എന്നാലും എല്ലാവരും കൂടിയുള്ള ഒരു ധൈര്യത്തിൽ ഞങ്ങളങ്ങനെ കയറിയിട്ടോ. രണ്ട് സൈഡിലും നിറയെ മരങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുകയാണ്, ആരെങ്കിലും കാണുമോ എന്നുള്ളത്. കുറച്ചങ്ങോട്ട് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മൾ ആരെ കണ്ടത്, നമ്മളെ കുറച്ച് മാൻകുട്ടന്മാർ അവിടെ നിന്ന് പുല്ല് മേയുന്നുണ്ടായിരുന്നു. നമ്മളെ ഫസ്റ്റ് കാഴ്ചയാണ് കേട്ടോ അവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ മാൻകുട്ടന്മാർ റോഡ് സൈഡിനോട് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പോയപ്പോൾ കണ്ട കാഴ്ച ഞാൻ പെട്ടെന്ന് വിചാരിച്ചൊരു പ്രതിമയാണെന്നാണ് കേട്ടോ, നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ. പക്ഷേ അത് ഒറിജിനലായിരുന്നു, ഒരു കൂസലില്ലാതെയാണ് കേട്ടോ ആൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. മറ്റേ ഭാഗം കഴിഞ്ഞിട്ട് മുതുമലൈ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ബന്ദിപ്പൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ബന്ദിപ്പൂരിൽ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡൊക്കെ ഉണ്ട്. രണ്ട് കടുവച്ചാര് മേലെ ഇരിക്കുന്നു കേട്ടോ. സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു കൊമ്പനാട്ടോ, ഒറ്റയാനെ കണ്ടു അവിടെ സൈഡിൽ. ആളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരും എന്ത് ചെയ്യാൻ പോയില്ല, അതിനെ പ്രകോപിപ്പിക്കാൻ പോയിട്ടില്ല കേട്ടോ. പ്രകോപിപ്പിക്കാൻ പോയി കഴിഞ്ഞാലാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടുക. കുറച്ചും കൂടെ മുന്നോട്ട് ആനയൊക്കെ കണ്ടു വന്നപ്പോൾ അടുത്ത ഒരു കൂട്ടം മാനുകൾ അവിടെ പുല്ല് മേയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മാനിനെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് കേട്ടോ. അനിമൽ പ്ലാന്റിൽ കാണുന്നല്ലാണ്ട് ഇത്ര അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അതിലേറെ രസകരമായ കാഴ്ച, ഒരു കുരങ്ങൻ നടുറോട്ടിൽ ഇങ്ങനെ നീച്ച് നിൽക്കുകയായിരുന്നു. ആളെന്താ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. പിന്നെ മുന്നോട്ട് നോക്കിയപ്പോൾ കുറച്ച് ബ്ലോക്ക് കാണുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് അവിടെ എന്തോ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, നമ്മൾ മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ എന്താണ്, ഒരു ആനയും ഫാമിലിയും ഉണ്ടായിരുന്നു. അതിൻ്റെ വഴിക്ക് അത് നിൽക്കുമായിരുന്നു, നമ്മളും പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കാറുകാരൻ എന്ത് ചെയ്തു, അതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഹോൺ അടിച്ചു. പിന്നെ ഉണ്ടായ കാഴ്ച നിങ്ങൾ കണ്ടോളൂ ഗായ്സ്. നമ്മൾ ഏതിലൂടെയാണ് ഓടിയൊന്നും വണ്ടി എടുത്ത് പോയതെന്ന് പോലും ആർക്കും ഓർമ്മയില്ല. അതും അതിൻ്റെ കുട്ടിയും ഒപ്പം എന്ത് ചെയ്തു, ആ കാറിൻ്റെ ബാക്കിലെ കൂടി ബാക്കിലൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇപ്പുറത്തിലൂടെ വഴി മാറി പോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഇപ്പുറത്തെ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഈ അവിടെ നിന്ന് കാണിക്കാൻ വരുന്ന ആളുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കോടയും നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഴയും കോടയൊക്കെ കൊണ്ട് അവസാനം ഗൂഡല്ലൂരൊക്കെ എത്തി. അവിടെ നല്ലൊരു അടിപൊളി സ്ട്രോങ് കിട്ടി കേട്ടോ. നല്ല മഴയാണ്, ആ മഴയൊക്കെ കൊണ്ട് തണുത്ത് ഇറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ട്രോങ് ടീയും കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.